അത് രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഞാൻ ഈ ജാഥയുടെ ഭാഗമായിട്ട് സഞ്ചരിക്കുന്നതിനിടയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒരിടത്ത് ജോലി ചെയ്യും ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ ഇടവേളയിൽ അവരുടെയും ഉച്ചഭക്ഷണത്തിൻ്റെ സമയമാണ്. ഞാൻ അവിടെ പോയി അവരെ കണ്ടു. പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പോൾ അവരോട് സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നത് അവരോട് പറഞ്ഞു. അത് പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം ആ സമയത്ത് ഞാൻ പറഞ്ഞത് ഈ തൊഴിലുറപ്പ് പദ്ധതി വന്നത് ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. ആ സമയത്ത് ഇടതുപക്ഷം അവരെ പിന്തുണയ്ക്കുകയാണ് UPA ഗവൺമെൻറ്റിനെ. വർഗീയവാദികളെ മാറ്റി നിർത്തുക എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി BJP ഗവൺമെൻറ് വരാതിരിക്കാൻ അന്ന് ഇടതുപക്ഷത്തിന് 60 MP-മാരുടെ പിന്തുണയുണ്ട്. ആ പിന്തുണ കോൺഗ്രസിന് നൽകാമെന്നും ഗവൺമെൻറ് രൂപീകരിക്കാൻ സഹായിക്കാമെന്നും ആ സമയത്ത് ഇടതുപക്ഷം പറഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടിയാണ് കോൺഗ്രസ് ആ പിന്തുണ സ്വീകരിച്ചത്. ആ പിന്തുണയോടുകൂടിയാണ് അന്ന് BJPയെ മാറ്റി നിർത്തി UPA ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. ആ സമയത്ത് ഇടതുപക്ഷത്തിന് ചില നിർദ്ദേശങ്ങൾ UPA ഗവൺമെൻറ്റിൽ കൊടുത്തിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി. ഇപ്പോൾ UDF-കാരുടെ ഈ ഞാൻ പറഞ്ഞതിനെ ട്രോളിക്കൊണ്ട് പറയുന്നത് അവരുടെ പ്രകടന പത്രികയിലുണ്ടായിരുന്നു അത് എന്നാണ്. ഏതാണ് പ്രകടന പത്രിക? കോമൺ മിനിമം പ്രോഗ്രാമാണ്. ആ കോമൺ മിനിമം പ്രോഗ്രാം രൂപീകരിക്കുന്നതിന് ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ള ഒരാളാണ് CPIM-ന്റെ അന്തരിച്ചുപോയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എന്ന്. സീതാറാം യെച്ചൂരി മരിച്ചതിന് ശേഷമുള്ള ഒരു അനുസ്മരണ യോഗത്തിൽ ബഹുമാന്യനായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവ് മല്ലികാർജുൻ ഖാർഗെ, പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ പറയുകയുണ്ടായി, ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ പോലെയല്ല അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് സീതാറാം യെച്ചൂരി എന്ന് പറയുമ്പം CPIM-ന്റെ ജനറൽ സെക്രട്ടറിയാണ് അന്ന്. കോമൺ മിനിമം പ്രോഗ്രാം രൂപീകരിക്കുന്നതിന് മാത്രമല്ല ഈ തൊഴിലുറപ്പ് പദ്ധതി ഡ്രാഫ്റ്റ് ചെയ്യുന്നതിനും ഏറ്റവും നന്നായിട്ട് സീതാറാം സഹായിച്ചു. അങ്ങനെയുള്ളൊരു സുഹൃത്തിനെയാണ് നഷ്ടപ്പെട്ടത് എന്നാണെന്ന് പറഞ്ഞത്. ഞങ്ങൾക്കും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഞങ്ങളുടെ നിർദ്ദേശം ഈ കോമൺ മിനിമം പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യം നിർബന്ധമായി നടപ്പിലാക്കണമെന്നാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനന്ന് മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റിയിൽ പങ്കെടുക്കുമ്പോൾ വൃന്ദ കാരാട്ട് ഈ കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു ഡ്രാഫ്റ്റ് അവർ തയ്യാറാക്കിയ ഞങ്ങളുടെ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാൻ വന്നിരുന്നു. അതുമായി സോണിയാഗാന്ധിയെ കാണാൻ പോവുകയാണ്. അപ്പോൾ അത് ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുക്കും. ഞങ്ങളാണ് തൊഴിലുറപ്പ് പദ്ധതി പാസ്സാക്കിയെന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ടില്ലല്ലോ. പക്ഷെ ഞങ്ങൾ പിന്തുണക്കുന്ന സമയത്ത് ഇടതുപക്ഷം നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളതാണ്. തുടക്കത്തിൽ കേന്ദ്ര ഗവൺമെൻറ് വളരെ കുറച്ച് ജില്ലകളിലേ അന്ന് തുടങ്ങിയുള്ളൂ. കാരണം ഒരു പുതിയ പദ്ധതി തുടങ്ങുക എന്നുള്ള ഒരു ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്നു എന്നറിയില്ല. പിന്നെയും നിർബന്ധം ചെലുത്തുമ്പോഴാണ് നമ്മൾ ഒരുപാട് സമരങ്ങളൊക്കെ അതിന് ചെയ്തിട്ടുണ്ട്. 200 ജില്ലകളിൽ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. നമുക്ക് ആദ്യം വയനാട് ജില്ല മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. പിന്നെയും നമ്മൾ ഇടപെട്ടുകൊണ്ടിരുന്നിട്ടാണ് എല്ലാ ജില്ലകളിലും തൊഴിലുറപ്പ് പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്ന് വന്നത്. അപ്പം അതിൽ ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ്, അന്ന് പിന്തുണച്ചിരുന്ന ഇടതുപക്ഷം തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി ശക്തമായി വാദിച്ചിരുന്നു എന്നുള്ളത്. നല്ല സോഷ്യൽ റിഫോംസ് നേരത്തെ ഈ ജാഥയുടെ ചെയർമാൻ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു, ആ UPA ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് സോഷ്യൽ റിഫോംസിന് ഉതകുന്ന ഒട്ടേറെ നിയമങ്ങൾ പാസ്സാക്കാൻ സാധിച്ചത്. ഒന്ന് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്റ്റാണ്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റാണ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്റ്റാണ്. ഇതെല്ലാം അന്ന് പാസ്സാക്കുന്നതിൽ അന്ന് പിന്തുണ നൽകിയ ഇടതുപക്ഷത്തിനൊരു പങ്കുണ്ട്. ആ പിന്തുണ ചെറുതായിരുന്നില്ല. ഞങ്ങൾക്ക് ഒരുപാട് അംഗങ്ങളില്ല, എന്നാലും തരക്കേടില്ലാത്ത അംഗസംഖ്യ ആയിരുന്നല്ലോ അന്നുണ്ടായിരുന്നത്. മാത്രമല്ല കോൺഗ്രസ്സുകാർ ഇപ്പം മറന്നുപോയി, ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്നു. വേണമെങ്കിൽ ഒരു പ്രധാനമന്ത്രി പോലും ആവായിരുന്നു. ഞങ്ങളെ മണ്ടത്തരം കാണിച്ചു എന്ന് പലരും പറഞ്ഞ് കളിയാക്കുന്നത് അന്ന് പ്രധാനമന്ത്രിയായില്ല ജ്യോതി ബാസു എന്ന് പറഞ്ഞിട്ടാണ്. ഏത് വകുപ്പാണ് വേണ്ടത് അത് പറഞ്ഞിരുന്നു. സോണിയാഗാന്ധി അന്ന് പറഞ്ഞത് ഇടതുപക്ഷം ഏറ്റവും മനുഷ്യത്വപൂർണമായ പക്ഷമാണ് എന്നാണ്. ഇതെല്ലാം പണ്ട് പറഞ്ഞത് രേഖകളിൽ കിടപ്പുണ്ട്. ഞാൻ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ നിർദ്ദേശം അനുസരിച്ചാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി ഡ്രാഫ്റ്റ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. ഓണത്തിന് ബോണസ് കൊടുക്കുന്ന കാര്യം ഞാൻ ഈ തൊഴിലാളികളോട് പറഞ്ഞു. കേരളത്തിൽ ഓണത്തിന് 1000 ഉറുപ്പിക ഫെസ്റ്റിവൽ അലവൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. വേറെ എവിടെയെങ്കിലും ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ? ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഓണം ഇല്ലാത്ത സ്ഥലത്ത് ഓണത്തിന് കൊടുക്കണ്ട, അവിടെ ഫെസ്റ്റിവൽ ഉണ്ടല്ലോ. എന്തെല്ലാം ഉത്തരേന്ത്യയിൽ ആഘോഷങ്ങളുണ്ട്. ആ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അലവൻസോ ആനുകൂല്യമോ കൊടുക്കുന്നുണ്ടോ?
കേരളത്തിലാണ് ഓണത്തോടനുബന്ധിച്ച് നമ്മൾ 1000 റുപ്യ നമ്മുടെ ഖജനാവിൽ നിന്ന് ചെലവാക്കി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൊടുക്കുന്നത്. ആ പറഞ്ഞതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? ഇവർക്കൊരു സൈബർ സംഘം ഉണ്ടല്ലോ, ഞാനവർ എന്താ പറയേണ്ടത്, ഒരു ഗുണ്ടാ സംഘം പോലെ പ്രവർത്തിക്കുക. എന്ത് വൃത്തികെട്ട ഭാഷയിലാണ് കമൻസ് ഇടുന്നത്. പക്ഷെ അവർ കാണേണ്ടത്, അവർ ആ കമൻസ് ഇട്ടതോടുകൂടി ഈ പ്രശ്നം വലിയ ചർച്ചാ വിഷയമായി. ഒന്നുകൂടി ആളുകൾ ഓർമ്മിച്ചു, ഇടതുപക്ഷം പിന്തുണ നൽകുമ്പോഴാണ് ഈ സോഷ്യൽ റിഫോംസിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട നിയമങ്ങൾ. അതിനു മുമ്പ് കോൺഗ്രസ് ഭരിച്ചിട്ടില്ലേ? അതിനു മുമ്പ് എത്ര തവണ 4-3 ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുണ്ട്. എന്തേ തോന്നാഞ്ഞു? ഇത് ഈ കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ഈ നിയമങ്ങൾ അവതരിപ്പിക്കാൻ ഇടയായിട്ടുള്ളത്. ഞങ്ങൾ എത്ര ഉണ്ട് അവിടെ എണ്ണം എന്നുള്ളതല്ല, പക്ഷെ ഞങ്ങൾ നിർണായകമായിരുന്നു വന്നത് എന്നുള്ളത് വസ്തുതയാണ്. പിന്നീട് ആ പിന്തുണ പിൻവലിച്ചതും ഇന്തോ US കരാറിൽ, ആണവ കരാറിൽ കേന്ദ്ര ഗവൺമെൻറ് ഒപ്പിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇന്ന് ഞങ്ങൾ മോദിയെ എതിർക്കുന്നതും അതേ US കരാറിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും ശരിയായത് ചെയ്തു. ഓണത്തിന് ഫെസ്റ്റിവൽ അലവൻസ് കേരളം കൊടുത്തു, എന്നാൽ അതുപോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഉത്തരേന്ത്യയിൽ ഓണത്തിന് അലവൻസ് കൊടുത്തിട്ടില്ല എന്നാ? എന്നിട്ട് ലജ്ജയില്ലാതെ ചോദിക്കുകയാണ്, ഉത്തരേന്ത്യയിൽ ഓണം ഉണ്ടോ, ഇയാളൊരു ടീച്ചറാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കമൻ്റ് ഇടുന്നത്. മോശം ഭാഷ അവർ ഉപയോഗിക്കും തോറും നമുക്ക് ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസ്യത കൂടി വരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം.